ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അരിപ്പുട്ടും ഈ വൻപയറുണ്ടല്ലോ അത് മുളക് കുത്തി കാച്ചിയതെന്ന് പറയില്ലേ, അതായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ചെക്കന് ഇവിടെ ഫോണൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നാൽ വെറുതെ ഇരുന്നാൽ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് ഇക്കിളിയാക്കി വിട്ടു കേട്ടോ. ഇനി ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടേ ബമ്പുളി അതുപോലെ ചെമ്മീപ്പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ച് കുറച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അതും പച്ചമുളകും മാത്രം അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വേവിച്ച് അതിലേക്ക് തേങ്ങയിൽ ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത തേങ്ങയിട്ട് ആ തിളച്ച് വന്ന ചെമ്മീപ്പുളിയിലേക്ക് ഇട്ടു. അത് വീണ്ടും തിളച്ച് വന്ന് കഴിയുമ്പോൾ ഓഫാക്കിയിട്ട് നമ്മൾ താളിച്ചിടുകയാണ് ചെയ്യുക കേട്ടോ. നല്ല ഒഴിച്ച് കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ. എല്ലാവരും വെച്ച് നോക്കുക. ഇപ്പോൾ നമുക്ക് ഈ ചെമ്മീപ്പുളി പുളിഞ്ചിക്കേൻ്റെ സീസണാണ്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി വെച്ച് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ കടച്ചക്കയുടെ സീസണും കൂടിയിട്ടാണത്. അപ്പോൾ കടച്ചക്ക നല്ല വെന്ത് നല്ല സോഫ്റ്റായി കിട്ടുന്ന കടച്ചക്കയും നമുക്കിപ്പോൾ കടകളിൽ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മരമുള്ളവരുണ്ടാവും. അപ്പോൾ അത് വാങ്ങി അത് ഉപ്പേരിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ വീട്ടിൽ കൂടുതലായിട്ടും മട്ട അരിയാണ് യൂസ് ചെയ്യുന്നത്, ചുവന്ന അരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്ക് നല്ല വെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെമ്മീപ്പുളി കുറച്ച് അച്ചാറിടാനായിട്ട് ഞാൻ വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തെ വെയിൽ വാടി കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയാണ്. പിന്നെ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ എല്ലാവരും എപ്പോഴും തന്നെ ഒരു ലെമൺ ജ്യൂസ് നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അത് കോവിഡ് ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് കോവിഡ് ടൈമിൽ ഈ നാരങ്ങ സിട്രിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്തതാണ്. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു ലെമൺ ജ്യൂസ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു കുരുമുളക് ഇട്ട ഒരു തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൽ വറ്റൽമുളകും കുരുമുളകും തേങ്ങയും ഉള്ളിയും മാത്രമാണ് ചേർക്കുന്നത്. അത് വേണമെന്നുള്ളവർക്ക് പുളിയും ചേർക്കാം കേട്ടോ. അങ്ങനെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഈവനിങ്ങിലേക്ക് നമ്മൾ ഈ സവാള അരിഞ്ഞ് സവാള ബജി സവാള ബോണ്ട ഉണ്ടാക്കില്ല, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. വീട്ടിലെ എല്ലാവരും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ശരി, അപ്പോൾ മോനും ഒക്കെ വീട്ടിലുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് ഈ സവാള ബജിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ മൈദമാവിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. കുറേ എല്ലാ ദിവസവും കഴിക്കുന്ന അത്ര നല്ലതൊന്നും അല്ല മൈദമാവ്, എങ്കിലും എപ്പോഴെങ്കിലും അല്ല ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ നല്ല നാരങ്ങാച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രാവലിൽ പോയ സമയത്ത് നല്ല നാരങ്ങ കിട്ടി, അതിട്ടതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.